അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എടാ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറെ ക്രോസിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. മെന്റലിന്റെ കുറെ മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈ ഹൈബ്രിഡ് ക്രോസ്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ പഠിക്കണ്ടല്ലോ. അതിലെല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ് ആ ക്രോസിംഗ് എങ്ങനെയാന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് മനോഹരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്രോസിംഗ് ആണ് മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ് അതായത് ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു സ്വഭാവം ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നത് ഉയരം അഥവാ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, മെന്റൽ എന്ത് ചെയ്യുന്നു, ഒരു ജോഡി വിപരീത ഗുണങ്ങൾ. ഒരു ജോഡി വിപരീത ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയരത്തിന്റെ രണ്ട് വെറൈറ്റി, ഉയരം കൂടുതലും ഉയരം കുറവും. ഹൈറ്റിന്റെ രണ്ട് വെറൈറ്റി, ടോളും ഡോർഫും. ആ രണ്ട് വെറൈറ്റികളെ, ഒരു ടോളിനെയും ഒരു ഡോർഫിനെയും, ഒരു ഉയരം കൂടിയനും ഒരു ഉയരം കുറഞ്ഞിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു. ആ ഒരു പരീക്ഷണമാണ് എന്ത്, മോണോ ഹൈബ്രിഡ് ക്രോസ്. അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങൾ. ഒരു ജോഡിക്ക് രണ്ട് വെറൈറ്റി ഉണ്ടാവും, സ്വാഭാവികമാണ്. ഉയരമാണെങ്കിൽ ഉയരത്തിന് ഉയരം കൂടുതൽ ഉയരം കുറവ്. പിന്നെ അതുപോലെ തന്നെ വിത്തിന്റെ ആകൃതി ആണെങ്കിൽ ഉരുണ്ട വിത്ത്, ചുളുങ്ങിയ വിത്ത്. ഷേപ്പ് ഓഫ് സീഡ് അഥവാ ഷേപ്പ് ഓഫ് സീഡ്, വിത്തിന്റെ ആകൃതി റൗണ്ട് ആവാം, റിങ്കിൾഡ് ആവാം. ഹൈറ്റ് ആണെങ്കിൽ ടോൾ ആവാം, ഡോർഫ് ആവാം. അങ്ങനെ ഒരു എന്താണ് സ്വഭാവത്തിന്റെ രണ്ട് വെറൈറ്റികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന പരിപാടിയാണെന്ത്, മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്ത് ക്രോസ്? മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഉയരത്തിന്റെ കേസ് എടുക്കാം. ഓക്കെ, ഉയരം എന്ന് പറയുന്ന സ്വഭാവം. ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തിൽ എത്ര വെറൈറ്റിയാണുള്ളത്? രണ്ട് വെറൈറ്റിയാണുള്ളത്. ഒന്ന് ഉയരം കൂടിയതും രണ്ടാമത്തത് ഉയരം കുറഞ്ഞതും. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ഞാൻ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉയരം കൂടിയതിനെ അങ്ങനെ മുകളിലോട്ടും ഉയരം കുറഞ്ഞതിനെ താഴോട്ടും ആരോ മാർക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉയരം കൂടിയതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്? ഉയരം കൂടിയതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് വല്യുട്ടി വല്യുട്ടി അഥവാ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, വല്യുട്ടി 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 വല്യുട്ടി. ഓക്കെ, എന്നാൽ ഉയരം കുറഞ്ഞതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സ്മോൾ ടി സ്മോൾ ടി അഥവാ കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഉയരം കൂടിയതിന് നമുക്ക് വല്യുട്ടി വല്യുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഉയരം കുറഞ്ഞതിനെ നമുക്ക് കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഉയരം കൂടിയത് വല്യുട്ടി വല്യുട്ടി, ഉയരം കുറഞ്ഞതിനെ കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് ജസ്റ്റ് നമ്മൾ കാഷ്വലി വെറുതെ രണ്ട് ലെറ്റർ എടുത്തതാണ്. കാരണം ഈ ഒരു ക്രോസിങ് നമ്മൾക്ക് ഇങ്ങനെ കറക്റ്റ് കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ലൈക്ക് എന്താണ്, ഇതിപ്പോൾ മനുഷ്യന്മാരുടെ കേസിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു ഉയരം കൂടിയ ഒരാളെയും ഒരു ഉയരം കുറഞ്ഞ ഒരാളെയും തമ്മിൽ ക്രോസ് ചെയ്യാണ്. അതെങ്ങനെ കാണിച്ചു തരാൻ പറ്റുക? അറിയാലോ, വേണ്ട, അത് ശരിയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉയരം കൂടിയ ഒരാളെ ഒരു ലെറ്റർ ആക്കി റെപ്രസെന്റ് ചെയ്യുന്നു, ഉയരം കുറഞ്ഞ ഒരാളെ ഒരു ലെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ലെറ്റർ എടുത്തത്. ഓക്കെ, അല്ലാതെ അതിൽ വേറെ ഒരു സയൻസും ഇല്ല. ഓക്കെ, അപ്പോൾ ഉയരം കൂടിയതിനെ നമ്മൾ ക്യാപിറ്റൽ ടി അഥവാ വല്യുട്ടി വല്യുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഉയരം കുറഞ്ഞതിനെ നമ്മൾ കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി ബുദ്ധി വെച്ച് പറയടാ, ഇവിടുന്ന് ഈ വല്യുട്ടി വല്യുട്ടിൻ്റെ അടുത്ത് നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആരാ പോവുക? വല്യുട്ടിയാണ് പോവുക. ഓക്കെ, അതിനൊരു വട്ടട്ട് കൊടുക്കുക, ഒരു ട്രൗസർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഈ കുഞ്ഞുട്ടി കുഞ്ഞുട്ടി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആരാണ് പോവുക? കുഞ്ഞുട്ടിയാണ് പോവുക. കാരണം അവിടെ വേറെ ഒന്നുമില്ല, അതിനൊരു വട്ടട്ട് കൊടുക്കുക, ഒരു ട്രൗസർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി വല്യുട്ടിയും കുഞ്ഞുട്ടിയും തമ്മിൽ കൂടിച്ചേർന്നാൽ അതെന്തുട്ടി? അത് വല്യുട്ടി. അതെന്തുട്ടി? അത് വല്യുട്ടി. ഇവിടെ ഉയരം കൂടിയതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു വല്യുട്ടി എന്ന് പറയുന്ന അലിയിലും ഉയരം കുറഞ്ഞതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ അലിയിലും രണ്ടും ഉണ്ട്. വലുതും ചെറുതും ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ വലുത് മാത്രം കാണിക്കുന്നു, എന്തുകൊണ്ട് ചെറുത് കാണിക്കുന്നില്ല? വലുതും ചെറുതും വന്നാൽ വലുതിനെ പരിഗണിക്കണം, ചെറുതിനെ അവഗണിക്കണം, ചെറുതിനെ തുപ്പി ഒഴിവാക്കണം. ചെറുതിനോട് പോ എന്ന് പറയണം. എടാ, വലുതും ചെറുതും വന്നാൽ ആര് പരിഗണിച്ചാൽ മതി? വലുതിനെ പരിഗണിച്ചാൽ മതി. അപ്പൊ ഇത് ടോളാണോ ഡോർഫാണോ എന്ന് ചോദിച്ചാൽ ഇത് ടോളാണ്. ഇത് ഉയരം കൂടിയതാണ്. ഇത് വല്യുട്ടിയാണോ കുഞ്ഞുട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഇത് വല്യുട്ടിയാണ്. എന്തുകൊണ്ട് ഇത് വല്യുട്ടി എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ വല്യുട്ടി ഉണ്ടല്ലോ, അതായത് ഉയരം കൂടിയതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അലിയില്, ആ ഉയരം കൂടിയതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഈ അലിയിൽ എന്ത് ചെയ്യുന്നു? ഉയരം കുറഞ്ഞതിന്റെ അലിയിനെ മറച്ചു വെച്ചു, ഹൈഡ് ചെയ്തു. ഉയരം കൂടിയതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഈ വല്യുട്ടി ഉയരം കുറഞ്ഞതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഈ കുഞ്ഞുട്ടിയെ, ഈ ചെറിയ ടി എന്ന് പറയുന്ന അലിയിനെ മറച്ചു വെച്ചു, ഹൈഡ് ചെയ്തു എന്നുള്ളതാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്കിവിടെ എന്ത് കാണാൻ പറ്റാവുന്നത്? ഉയരം കുറഞ്ഞത് കിട്ടാഞ്ഞത്, ഉയരം കൂടിയത് മാത്രം കിട്ടിയത്. ഒരു വലിയ ആനൻ്റെ ഒരു ചോട്ടിൽ ഒരു ചെറിയൊരു മുയലും കുട്ടിയുണ്ട്, അപ്പം അതിനെ കാണോ? ഇല്ല, അതിനൊറ്റ തട്ട. അതേപോലെ തന്നെ വല്യുട്ടി എന്ത് ചെയ്തു? കുഞ്ഞുട്ടിനെ എന്ത് ചെയ്തു? ഹൈഡ് ചെയ്തു, മറച്ചു വെച്ചു. പക്ഷെ നമുക്കൊരു സങ്കടം, കാരണം നമുക്ക് എന്ത് കിട്ടിയില്ല? നമുക്ക് ഈ ഫസ്റ്റ് ജനറേഷനിൽ വല്യുട്ടി മാത്രമേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഉയരം കൂടിയത് മാത്രമേ കിട്ടിയുള്ളൂ, ടോൾ മാത്രമേ കിട്ടിയുള്ളൂ. ഡോർഫ് കിട്ടിയോ? ഉയരം കുറഞ്ഞത് കിട്ടിയോ? ഡോർഫ് അല്ലെങ്കിൽ ഉയരം കുറഞ്ഞത് കിട്ടിയോ? ഇല്ല. അപ്പം നമ്മൾക്കൊരു സങ്കടം ഉണ്ടാവില്ലേ? സങ്കടം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തും. അതായത് ഇതിനായിട്ട് തന്നെ ക്രോസ് ചെയ്യും.
സെൽഫ് പോളിനേഷൻ അഥവാ സ്വപരാഗണം അതിനായിട്ട് തന്നെ ക്രോസ് ചെയ്യും. അതെങ്ങനെ സാർ? ഒരു സാധനത്തിന് എങ്ങനെ ആ സാധനത്തിനായിട്ട് തന്നെ ക്രോസ് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. സിമ്പിൾ ഡൗട്ടാണ്, അത് കോമൺ മനുഷ്യന്മാർക്ക് എല്ലാവരും വരുന്നൊരു ഡൗട്ടാണ്. അതെങ്ങനെ പരിപാടി ചോദിച്ചാൽ, ഇത് പ്ലാന്റ്സിലാണ്, ഗാർഡൻ പീല് തോട്ടപ്പയറിലാണ് ഇത് നടക്കുന്നത്. ഈ തോട്ടപ്പയറിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ചെടിയാണ്, നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ചെടിയാണ് ഇത് വല്യുട്ടി കുഞ്ഞുട്ടി. ആ വല്യുട്ടി കുഞ്ഞുട്ടിനെ ആ ചെടിനായിട്ട് തന്നെ ക്രോസ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളൂ. അതായത് നമുക്ക് കിട്ടിയ ഈ ചെടി ഉണ്ടല്ലോ, ഈ വല്യുട്ടി കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ഈ ചെടി, ആ വല്യുട്ടി കുഞ്ഞുട്ടി എന്ന് പറയുന്ന ചെടിയുമ്പോൾ തന്നെ ആൺപൂവ് ഉണ്ടാവാം, പെൺപൂവ് ഉണ്ടാവാം. അപ്പൊ ഞാനാണ് ആ വല്യുട്ടി കുഞ്ഞുട്ടി എന്ന് പറയുന്ന ആ ചെടി. ഇന്റെ അടുത്ത് തന്നെ ആൺപൂവ് ഉണ്ടാവാം, പെൺപൂവ് ഉണ്ടാവാം അല്ലേ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഈ ആൺപൂവും ഈ പെൺപൂവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൂടെ? ഏത്? എൻ്റെ അടുത്ത് തന്നെ ആൺപൂവുണ്ട് പെൺപൂവുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. അതാണെന്ത് സെൽഫ് പോളിനേഷൻ. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഒരു ചെടിമല ആൺപൂവും വേറൊരു ചെടിമലുള്ള പെൺപൂവാണ് നമ്മൾ എന്ത് ചെയ്തത് സെലക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരൊറ്റ ചെടിമലുള്ള ആൺപൂവും പെൺപൂവാണ് ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്, സ്വപരാഗണം എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ താങ്ക് യു. ഓക്കെ, എന്നാ ഇനി ബുദ്ധി വെച്ച് പറയും. ഇവിടുന്ന് അടുത്ത തലമുറയിലേക്ക് ആരൊക്കെ പോകും? വല്യുട്ടിയും പോകാം, കുഞ്ഞുട്ടിയും പോകാം. ഇപ്പുറത്തുനിന്നും വല്യുട്ടിയും പോകാം, കുഞ്ഞുട്ടിയും പോകാം. കൊള്ളാലോ കളി? ഓക്കെ, ഇനി ബുദ്ധി വെച്ച് പറയടാ. ഈ വല്യുട്ടി ക്രോസ് ചെയ്താൽ അത് എന്തുട്ടി? വല്യുട്ടി, അത് വല്യുട്ടി, അത് ടോള് കുട്ടി, അത് ഉയരം കൂടിയ കുട്ടി. അയ്യവ, കൊള്ളാലോ കളി? ഇനി ഈ വല്യുട്ടിയും ഈ കുഞ്ഞുട്ടിയും ക്രോസ് ചെയ്താൽ അത് എന്തുട്ടി? അത് വല്യുട്ടി. കാരണം വലുതും ചെറുതും വന്നാൽ ആരെ പരിഗണിക്കണം? വലുതിനെ പരിഗണിക്കണം, ചെറുതിനെ അവഗണിക്കണം. വലുതിന്റെ അലിയിൽ ചെറുതിന്റെ അലിയിനെ മറച്ചു വെക്കും, ഹൈഡ് ചെയ്യും. ഓക്കെ, ഇനി കുഞ്ഞുട്ടി വല്യുട്ടി അതെന്തുട്ടി? കാരണം കുഞ്ഞുട്ടിന്റെ വല്യുട്ടി ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വല്യുട്ടിനെ എഴുതാം. വല്യുട്ടി കുഞ്ഞുട്ടി അതെന്തുട്ടി? അത് വല്യുട്ടി. കാരണം എന്താണ്? വലുതും ചെറുതും വന്നാൽ വലുതിനെ പരിഗണിക്കണം, ചെറുതിനെ അവഗണിക്കണം. അപ്പൊ ഇത് ടോള് കുട്ടി അഥവാ ഉയരം കൂടിയ കുട്ടി. ഇനി ലാസ്റ്റ് കുഞ്ഞുട്ടി അതെന്തുട്ടി? അത് കുഞ്ഞുട്ടി അഥവാ അത് ഡോർഫ് കുട്ടി അഥവാ ഉയരം കുറഞ്ഞ കുട്ടി. അപ്പോൾ ഒന്നാമത്തെ തലമുറയിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ലായിരുന്നു? ഉയരം കുറഞ്ഞത് കിട്ടിയിട്ടില്ലായിരുന്നു. എന്ത് മാത്രമാണ് കിട്ടിയത്? ഉയരം കൂടിയത് മാത്രമാണ് കിട്ടിയത്. പക്ഷേ അതെവിടെ കിട്ടി? ഈ ഉയരം കുറഞ്ഞത് എവിടെ കിട്ടി? രണ്ടാം തലമുറയിൽ കിട്ടി, സെക്കൻഡ് ജനറേഷനിൽ കിട്ടി, പേരക്കുട്ടിയിൽ കിട്ടി. ഏത്? ഇനി നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഉയരം കൂടിയത് എത്രയാണ്? 3. ഓക്കെ, ഉയരം കുറഞ്ഞത് എത്രയാണ്? 1. അപ്പൊ റേഷ്യോ എത്രയാണ്? 3:1. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ഈ ക്രോസിങ്. അടിപൊളിയല്ലേ? സുന്ദരമല്ലേ? റൊമാൻറ്റിക് അല്ലേ? അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ഈ നിങ്ങളുടെ സ്വന്തം അറക്കൽ.